ഹലോ. ഇൻട്രസ്റ്റിംഗ്ലി ഇന്നത്തെ മലയാള മനോരമ പത്രത്തില് കുറച്ച് ഫാക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ സത്യങ്ങളുണ്ട്. ആ വാർത്തേന്റെ പേപ്പർ കട്ടിംഗ് ഞാൻ അറ്റാച്ച് ചെയ്യാം. അതുപോലെ അതിന്റെ മെയിൻ പോയിന്റ്സും നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ മുഖ്യമന്ത്രിമാര് താമസിക്കുന്ന വീടായ ക്ലിഫ് ഹൗസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഒരു ഹെറിറ്റേജ് പ്രോപ്പർട്ടിയാണ്. ഇനിയുള്ള മുഖ്യമന്ത്രി അവിടെ തന്നെ താമസിക്കാൻ പോകുന്നത്. ഈ ക്ലിഫ് ഹൗസിൽ മരപ്പട്ടി ശല്യം ഉണ്ടെന്നുള്ള സംഗതി വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ മനോരമ നാട്ടുകാർക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ റൂഫിന് ലീക്ക് ഉണ്ടെന്നും കൂടി പറയുന്നു. ഇതിന്റെ കൂടെ ഇമ്പോർട്ടന്റ് ആയ സംഗതി എന്ന് പറയുന്നത്, 75 ലക്ഷത്തിന്റെ ഒരു റിനോവേഷന് വേണ്ടിയിട്ട് ഈ ക്ലിഫ് ഹൗസിന് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ കിട്ടിയിട്ടും മുൻ മുഖ്യമന്ത്രി ഇതിന് അപ്രൂവൽ കൊടുത്തിരുന്നില്ല. അതുപോലെ തന്നെ ഈ വാർത്ത ശ്രദ്ധിച്ചാൽ കാണുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, എല്ലാ മിനിസ്റ്റേഴ്സ് താമസിക്കുന്ന പ്രോപ്പർട്ടിയിലും അതിന്റേതായ റിനോവേഷൻ ആവശ്യമുണ്ട്. പക്ഷെ എന്നിട്ടും മോസ്റ്റ് ഓഫ് ദി മിനിസ്റ്റേഴ്സ് ഇത് ചെയ്തിട്ടില്ല. വേറൊരു വിഷയം എന്ന് പറയുന്നത്, ഈ കോമ്പൗണ്ടിനകത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഈ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് 97-ല് മുൻ മുഖ്യമന്ത്രിയായ കെ കരുണാകരൻ ഭരിക്കുന്ന സമയത്താണ് ഇത് ബിൽഡ് ചെയ്തത്. അത് അയാളുടെ ഒരു എക്സസൈസിനൊക്കെ ആവശ്യമായിട്ട് ഈ സാധനം ബിൽഡ് ചെയ്തത്. അത് ഈ അടുത്ത് റിനോവേറ്റ് ചെയ്തിരുന്നു. അത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഇത്ര കൃത്യമായിട്ട് പറയുകയും എന്നാൽ ഇത്രയും കാലം ഇതൊന്നും പറയാണ്ടിരിക്കുകയും നേരെ തിരിച്ചുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ആ ഒരു ചേഞ്ച് എന്തുകൊണ്ടായിരിക്കും? ഇതിന് നമുക്ക് ഒരു നെറേറ്റീവ് ബിൽഡിങ്ങിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് നമുക്ക് കാണാം. ഇനിയിപ്പോ അവിടെ ഒരു റിനോവേഷന് വേണ്ടി ഒരു അപ്രൂവൽ വന്നാൽ പോലും ആൾക്കാർക്ക് തോന്നരുത് ഇത് ധൂർത്താണെന്ന് തോന്നരുത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ലേയിങ് ആണ്. അത് അപ്രൂവൽ ആവണം. ഞാൻ പറയുന്നത് അപ്രൂവ് ആവണം എന്നാണ്. നമ്മളെ മുഖ്യമന്ത്രി അവർ താമസിക്കുന്നത് മരപ്പട്ടി ശല്യം ഉള്ളതോ വെള്ളം അടക്കാണ്ട് വെച്ചാൽ അതിലും മരപ്പട്ടിന്റെ മൂത്രം വീഴുന്ന ഒരു സിറ്റുവേഷനിലല്ല നമ്മുടെ മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ താമസിക്കേണ്ടത്. റിനോവേഷൻ വേണം. പക്ഷെ ആ നെറേറ്റീവ് ബിൽഡിങ്ങിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ലേയിങ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ്. കാരണം മനോരമ ന്യൂസ് ചാനലിന്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ഫിഗറായ ജോണി ലൂക്കോസ് തന്നെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്, ഇവര് ന്യൂസ് കൊടുക്കുന്നത് ഈസ് ബേസ്ഡ് ഓൺ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഗ്രേറ്റസ്റ്റ് ഐറ്റം. ഇത് അയാൾ തന്നെ വാക്കുകളാണ്. ഗ്രേറ്റസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് വിഷയം. അത് തീരുമാനിക്കുന്നത് സ്പിരിറ്റ് ഓഫ് ദ ടൈം ആണ്. ഈ സ്പിരിറ്റ് ഓഫ് ദ ടൈം ക്യാൻ ബി മാനുഫാക്ചേർഡ് ആസ് വെൽ. പക്ഷെ ഇത്രയും കാലം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത് സ്വിമ്മിംഗ് പൂൾ ഇത്രയും കാലം വിചാരിച്ചത് ഈ അടുത്തോ മറ്റോ കെട്ടിയതാണെന്നാണ് എന്റെ വിചാരം. കാരണം പിണറായി വിജയന്റെ ദൂർത്താണെന്നാണ് പൊതുവെയുള്ള ഇപ്പൊ ആരോട് ഇവര് നാട്ടിലൊരു സാധാരണ ഒരു മനുഷ്യനോട് ചോദിച്ചാൽ പിണറായി വിജയൻ നീന്താൻ വേണ്ടി സ്വിമ്മിംഗ് പൂൾ കെട്ടിയെന്ന് ഏതൊരു മനുഷ്യനും പറയും. അയാൾ തന്നെ അത് റിനോവേറ്റ് ചെയ്യുന്ന ഏതൊരു മനുഷ്യനും പറയും. കാരണം അതാണ് അപ്പോഴത്തെ സ്പിരിറ്റ് ഓഫ് ദ ടൈം. ഇപ്പോഴത്തെ സ്പിരിറ്റ് ഓഫ് ദ ടൈമിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. താങ്ക് യു.